എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നൊരു സെഷനാണ് ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ. അപ്പോൾ വരാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പോലുള്ളൊരു പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഫെമിലറൈസേഷനാണ് ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് എക്കണോമിക്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നാല് കാര്യങ്ങളുണ്ട്. അതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്, 4 ഫീച്ചേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് 3 and 4 ആണ് കേട്ടോ. 3 and 4 ഉണ്ട്. ഡി ഓപ്ഷൻ തെറ്റിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യമേ നമുക്കത് ശരിയാക്കാം. ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിയതാണ്. അപ്പോൾ ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. ഏതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളല്ലാത്തത്? വിച്ച് ആർ ദ ഫീച്ചേഴ്സ് വിച്ച് ആർ നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ക്യാപിറ്റലിസ്റ്റ് എക്കോണമി? അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഫീച്ചേഴ്സാണ് എന്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിൽ. ഇതിലല്ലാത്തത് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ കാര്യം സ്വകാര്യ സ്വത്തവകാശം. സ്വകാര്യ സ്വത്തവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് സ്വകാര്യ സ്വത്തവകാശം എന്ന് പറയുന്നത്? ഈ പറയുന്ന മുതലാളിത്ത വ്യവസ്ഥ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണോ? 2 ഉപഭോക്താക്കളുടെ പരമാധികാരം, റൈറ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, അൾട്ടിമേറ്റ് റൈറ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്. സ്വകാര്യ സംരംഭകരുടെ അഭാവം മുതലാളിത്ത വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാണോ? സ്വകാര്യ സംരംഭകരുടെ അഭാവം. സാമ്പത്തിക സമത്വം. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതൊക്കെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കോണമീൻ്റെ ഭാഗമല്ലാത്ത ഫീച്ചേഴ്സ് എന്നാണ് നമുക്കറിയേണ്ടത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്വകാര്യ സ്വത്തവകാശം, റൈറ്റ് ടു പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയായി ബന്ധപ്പെട്ടതാണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ പറയുന്ന കാര്യം നമുക്ക് ശരിയാണെന്ന് വിചാരിക്കും. ഉപഭോക്താക്കളുടെ പരമാധികാരം. എപ്പോഴും ക്യാപിറ്റൽ എക്കോണമിയിൽ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എന്താണ്, നമുക്ക് റൈറ്റ് ടു ചൂസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മറ്റ് കൺസ്യൂമർ റൈറ്റ്സ് അവൈലബിൾ ആണ് അല്ലേ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ. കാരണം പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്, അതുപോലെ തന്നെ കസ്റ്റമർ സെൻട്രിക് ആണ് ഇത് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഉപഭോക്താക്കളുടെ പരമാധികാരം എന്ന് പറയുന്നത് ശരിയാണ്. 3 സ്വകാര്യ സംരംഭകരുടെ അഭാവം. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രൈവറ്റ് പ്ലേയേഴ്സ് തന്നെയാണ് കൂടുതൽ. അപ്പോൾ പ്രൈവറ്റ് പ്ലേയേഴ്സിൻ്റെ അഭാവം എന്ന് പറയുന്നത്, സ്വകാര്യ സംരംഭകരുടെ അഭാവം എന്ന് പറയുന്നത് എന്താണ്? തെറ്റല്ലേ? കാരണം അത് നമുക്ക് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആയിട്ട് ബന്ധപ്പെട്ടും അതായത് ഈ പറഞ്ഞ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയില്ല. 4 സാമ്പത്തിക സമത്വം. നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, പ്രോഫിറ്റാണ് ഈ പറഞ്ഞ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയായി ബന്ധപ്പെട്ടുള്ള കാര്യം. പ്രോഫിറ്റ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയായി ബന്ധപ്പെട്ടുള്ള കാര്യമാകുമ്പോൾ എങ്ങനെ സാമ്പത്തിക സമത്വം ഉണ്ടാവും? അതുണ്ടാവില്ല. കാരണം അതൊരു വെൽഫെയർ സ്റ്റേറ്റ് ഒന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് അല്ലാത്തത്? 3 and 4 ആണ് എന്ത്? അതായത് സാമ്പത്തിക സമത്വം അതുപോലെ തന്നെ സ്വകാര്യ സംരംഭകരുടെ അഭാവമാണ് ഏതല്ലാത്തത് ഇതിൽ പെടാത്തത് അല്ലേ? ഏതിൽ പെടാത്തത്? മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയിൽ പെടാത്തത് അഥവാ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയായി ബന്ധപ്പെട്ടുള്ള ഫീച്ചേഴ്സ് അല്ലാത്തത് 3 ഉം 4 ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. സ്വകാര്യ സംരംഭകരുടെ അഭാവം. കാരണം എന്താണ്? പ്രൈവറ്റ് പ്ലേയേഴ്സ് ആണ് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഉണ്ടാവുക. സാമ്പത്തിക സമത്വം അതായത് എക്കണോമിക് ഈക്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താ? പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണ് അത്രമാത്രം. അപ്പോൾ 3 ഉം 4 ആണ് ശരി ഉത്തരം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. ഇന്നത്തെ ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ബൈ, ടേക്ക് കെയർ.